പെരേല് നോമ്പുറപ്പിക്കലാണെന്ന്. ഓരോരുത്തരായിട്ട് ഓരോ പണിയിലാണ്. അംഗസംഖ്യ കൂടുതലുണ്ടായതുകൊണ്ട് ഓരോരുത്തർക്ക് കിട്ടുന്ന പണിന്റെ എണ്ണം കുറയും. ബീഫും ചിക്കൻ കുറുമയും പത്തിരിയും സമൂസയും കൊക്കവടിയും കസ്റ്റാർഡ് വെള്ളവും ഒക്കെ വർത്താനം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കി വിട്ടുണ്ടാക്കിയെടുത്ത്. ഒരു മണ്ടേ ഒൽക്കമലും കെടുക്കാന്നല്ലേ, അതുകൊണ്ട് അസറായപ്പോത്തിന് പണി ഒരുങ്ങി. ഒരു മൗലൂദും ഉണ്ടായിരുന്നു. റമദാനിൽ ഇവിടുത്തെ ഉമ്മാന്റെ ഉമ്മാന്റെയും ഹസ്ബൻഡിന്റെ അനിയന്റെയും ആണ്ടാണ്. പിന്നെ മരിച്ചു പോയവർക്കൊക്കെ പാടെ മൗലൂദ് ഓതി ദുആരുന്ന്. ഒരാൾ ഗൾഫിലുണ്ട്, അവനല്ലാതെ എല്ലാരും കൂടി. കുട്ടികളത് പിന്നെ പറയണ്ടല്ലോ, എല്ലാവർക്കും കൂടി കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര ഹരാവും. പിന്നെ റമദാൻ സീരീസ് ചെയ്യുമോയെന്ന് ആരൊക്കെ ചോദിച്ചിരുന്നു. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അതൊന്നും നടന്നില്ല. ഇൻഷാ അള്ളാ എന്നെക്കൊണ്ട് കഴിയണതൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തും. നമുക്ക് നോമ്പുറപ്പിക്കൽക്ക് തിരിച്ചു വരാം. ഫ്രൂട്ട്സ് കട്ടിങ് ഒക്കെ പിന്നെ ആണുങ്ങളെ ഡ്യൂട്ടി ആയിരുന്നു. നമുക്ക് പിന്നെ അതിൽ റോളില്ലാത്തത് കൊണ്ട് നമ്മൾ എല്ലാം സൂട്ടായി. പിന്നെ പാത്രത്തിലേക്ക് എടുത്തക്കലും വിളമ്പലും ഒക്കെ കൂടി ഒരു തിരക്കും പടയായിരുന്നു. അങ്ങനെയൊക്കെ കൂടി നിരത്തി വെച്ച് ആണുങ്ങൾ മുറ്റത്തും ഞങ്ങളെല്ലാവരും കൂടി ഹാളിലും ഇരുന്ന്. നാരങ്ങള്ളും കസ്റ്റാർഡ് വെള്ളവും ആട്ടെ നമുക്ക് നോമ്പറക്കാനുള്ളത്. നോമ്പറന്ന് ചായ അടിച്ച് നാത്തുമാരൊന്നും നിൽക്കണില്ല എന്ന് പറഞ്ഞ് പെരുന്നാൾ അടുത്തില്ലേ. നോമ്പറന്ന് ചായ അടിച്ച് അവരെല്ലാവരും പോയി. അപ്പം ഇത്രേ ഉള്ളൂ.